ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. കഴിഞ്ഞ ഓപ്ഷനിൽ 8.75 കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു RCB ലിയാം ലിവിങ്സ്റ്റണെ സ്വന്തമാക്കിയത്. പക്ഷേ 8 ഇന്നിങ്സുകളിൽ നിന്ന് കേവലം 112 റൺസ് മാത്രമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ RCB ഈ താരത്തെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വരുന്ന ഓപ്ഷനിൽ വളരെയധികം ഡിമാൻഡുള്ള താരങ്ങളിൽ ഒരാൾ അത് ലിയാം ലിവിങ്സ്റ്റൺ തന്നെയായിരിക്കും. അദ്ദേഹത്തെ വരുന്ന ഓപ്ഷനിൽ സ്വന്തമാക്കാൻ സാധ്യതയുള്ള 3 ഫ്രാഞ്ചൈസികൾ ഏതൊക്കെയാണ്? ആ സാധ്യതകളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഫ്രാഞ്ചൈസി അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതായത് കാമറൂൺ ഗ്രീൻ, ആന്ദ്രെ റസൽ എന്നിവർക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പ്രഥമ പരിഗണന നൽകുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷമായിരിക്കും ലിയാം ലിവിങ്സ്റ്റനെ അവർ പരിഗണിക്കുക. ചെന്നൈ സൂപ്പർ കിങ്സിന് നല്ല ഒരു ഓൾറൗണ്ടറെ ഇപ്പോൾ ആവശ്യമുണ്ട്. ആ സ്ഥാനത്തേക്ക് ലിയാമിന് വേണ്ടി അവർ ശ്രമിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ഫ്രാഞ്ചൈസി അത് പഞ്ചാബ് കിങ്സ് ആണ്. നല്ല വിദേശ താരങ്ങളെ പഞ്ചാബ് കിങ്സ് ഇത്തവണ റിലീസ് ചെയ്തിട്ടുണ്ട്. മാക്സ്വെല്ല്, ജോഷ് ഇംഗ്ലിഷ് തുടങ്ങിയ താരങ്ങളെയെല്ലാം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച വിദേശ താരത്തെ അവർക്ക് ആവശ്യമായി വരികയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ മാക്സ്വെല്ല് വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പകരം ഒരു മികച്ച താരത്തെ ആ പൊസിഷനിലേക്ക് അവർക്ക് കൊണ്ടുവരേണ്ടി വരും. ആ സ്ഥാനത്തേക്ക് പഞ്ചാബ് കിങ്സ് ലിയാമിനെ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ PBKSന് വേണ്ടി കളിച്ച താരമാണ് ലിയാം ലിവിങ്സ്റ്റൺ. പക്ഷേ PBKSന്റെ പേഴ്സ് കുറവാണ്. കേവലം 11 കോടി രൂപ മാത്രമാണ് അവർക്കിപ്പോൾ അവശേഷിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫ്രാഞ്ചൈസി അത് KKR ആണ്. കൊൽക്കത്തയ്ക്ക് ഒരു മികച്ച വിദേശ ഓൾറൗണ്ടറെ ഇപ്പോൾ ആവശ്യമുണ്ട്. കാരണം ആന്ദ്രെ റസലിനെ അവരിപ്പോൾ കൈവിട്ടിട്ടുണ്ട്. കൂടാതെ നിരവധി വിദേശ താരങ്ങളെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സിൽ ഒരുപാട് ബാലൻസ് ഉണ്ട്. കൂടാതെ വിദേശ സ്ലോട്ടുകളും അവർക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ലിയാം ലിവിങ്സ്റ്റണ് വേണ്ടി KKRും ശ്രമിച്ചേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വരുന്ന ഓപ്ഷനിലും മോശമല്ലാത്ത ഒരു തുക ഈ താരത്തിന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.